കൊല്ലപ്പെട്ട ടി കെ വി വിനോദിന്റെ കൊച്ചി മഞ്ഞുമ്മലിലെ വീട്ടിൽ നിന്നും റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, ഈ കൊല്ലപ്പെട്ട ടി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. വളരെ ദാരുണമായ സംഭവമാണ് ഇന്നുണ്ടായത്. ജോലിക്കിടയിൽ വെച്ച് തന്നെ യാത്രക്കാരൻ തള്ളിയിട്ട് മറ്റൊരു ട്രാക്കിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തൽക്ഷണം തന്നെ മരിക്കുക എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ആ, റോഷിപാൽ, എന്താണ് നൽകാൻ കഴിയുന്ന വിവരം? ആര്യ, ഇന്ന് രാവിലെയാണ് വിനോദ് കണ്ണൻ ഈ ഞാൻ നിൽക്കുന്ന മഞ്ഞുമ്മൽ അദ്ദേഹം ഏറെ കാലമായില്ല ഈ വീട് പണിതിട്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ പ്രദേശവുമായി പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് വിനോദ്. സുഹൃത്തുക്കൾ ഒട്ടേറെ പേരുണ്ട്, പരിസരവാസികളൊക്കെ ഈ വീട്ടിൻ്റെ പരിസരത്തുണ്ട്. വലിയ ഞെട്ടലിലാണ്, വിറങ്ങലിപ്പിലാണ് ഈ പ്രദേശമാകെ. ഇന്ന് രാവിലെയും സുഹൃത്തുക്കളെയും പരിസരവാസികളെയും കണ്ട് നാളെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് ആണ് അദ്ദേഹം ജോലിയിലേക്ക് പോയത്. ഇന്ന് സേലത്ത് നിന്നും മടങ്ങി വരുമെന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊരു ദുഃഖകരമായ വാർത്തയാണ് സുഹൃത്തുക്കളെയും പരിസരവാസികളെയും തേടിയെത്തിയത്. കലാകാരനാണ്, നമുക്കറിയാം. ഏതാണ്ട് 14ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രധാന നടന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. വലിയ കലാകാരൻ, മനുഷ്യസ്നേഹി, ഏറെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് വിനോദ് കണ്ണൻ. വിനോദ് കണ്ണൻ്റെ അയൽവാസി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയാണോ പരിസരം നിങ്ങൾ കണ്ടത്? അതെ, ഇന്ന് രാവിലെ ഒരു 9 മണിയോട് അടുപ്പിച്ച് ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം കണ്ടു. 2-3 ദിവസമല്ലേ കണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അദ്ദേഹത്തെ കണ്ടിട്ട് ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഇന്നിപ്പോൾ വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകണം, ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ട് നാളെ ഉച്ചയാകുമ്പോൾ എത്തും, എന്നിട്ട് അമ്പലത്തിൽ ഉത്സവം നടക്കണം, അപ്പോൾ നാളെ വൈകുന്നേരം ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് വളരെ നല്ല സൗഹൃദമാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടാണ് രാവിലെ പിരിഞ്ഞത്. എത്ര കാലം ഇവിടെ താമസമായിട്ട്? അദ്ദേഹം ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അതിനുശേഷം അപ്പോൾ ഒരു 2 മാസത്തോളം കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ഇവിടെ സ്ഥിരതാമസമായിട്ട്. അമ്മയും ആണ്, അദ്ദേഹം അമ്മയും മാത്രം ഇവിടെ താമസിക്കുന്നത്. ഇവിടെ പരിസരവാസികളുമായിട്ടൊക്കെ വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചു. വളരെ സൗഹൃദം. വന്ന് ഈ വീട് പണി തുടങ്ങുന്ന കാലഘട്ടം മുതൽ അദ്ദേഹം ഇവിടെ എല്ലാവരുമായിട്ട് ഭയങ്കര നല്ല കമ്പനി. നമുക്ക് ഒരു പ്രാവശ്യം സംസാരിച്ച് തന്നെ അദ്ദേഹമായിട്ട് നമുക്കൊരു ദീർഘകാല ബന്ധമുള്ള കൂട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പം ആ രീതിയിൽ എല്ലാവരുമായിട്ട് നല്ല കുടുംബങ്ങളായിട്ട്, ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ കുട്ടികളായിട്ട്, അല്ലെങ്കിൽ ഭാര്യയായിട്ട്, തൊട്ടടുത്ത അമ്മയായിട്ട്, അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത എല്ലാവരുമായിട്ട് നല്ല ബന്ധം, വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യസ്നേഹിയാണ്. നമുക്കൊരു കാരണം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വളരെ മനസ്സൊരു മരവിപ്പാണ് സത്യം പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് നമുക്ക് വളരെയധികം മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കും. ഒരു കുടുംബത്തിലെ ഈ പറഞ്ഞ തൊട്ട് അയൽവാസിയാണെങ്കിൽ പോലും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഒരു നഷ്ടം എന്ന രീതിയിൽ തന്നെ വളരെ പ്രയാസത്തിലാണ്. ആര്യ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 3 മാസക്കാലമായി ആയിട്ടുള്ളൂ വിനോദ് കണ്ണൻ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ട്. എന്നിട്ട് പോലും ഈ പ്രദേശവാസികൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ല സുഹൃത്താണ്, എത്രത്തോളം വലിയ മനുഷ്യസ്നേഹിയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. ഏതായാലും ഇവിടെ ബന്ധുക്കളൊക്കെ വരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാട് തിരുവനന്തപുരത്താണ്, അമ്മയുടെ നാടാണ് എറണാകുളം ഇടപ്പള്ളി. അപ്പം ഇനി പിതാവിൻ്റെ ബന്ധുക്കളടക്കം വരാനുണ്ട്. അവർ തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പുലർച്ചയോടെ തന്നെ അവർ ഇവിടെ എത്തിച്ചേരും. എന്നിട്ടാണ് മറ്റ് സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികളെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കുക. ഏതായാലും നാളെ വൈകിട്ടോടെ മൃതദേഹം ഇവിടെ എത്തിക്കാൻ കഴിയുമെന്ന ഒരു കണക്കൂട്ടലിൽ തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളത്, നാട്ടുകാരുമുള്ളത്. ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ ഈ വിനോദ് കണ്ണൻ്റെ സുഹൃത്തുക്കളാണെന്നതാണ് പ്രത്യേകത. ഇവിടെയുള്ള കലാകാരന്മാർ എല്ലാവരുമായും ഏറെ അടുപ്പം. നമുക്കറിയാം, സിനിമയിലടക്കം വലിയ ഒരു തരത്തിലൊരു സൗഹൃദവും വിശാലമായൊരു സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആഷിഖ് അബു ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുമായുള്ള സൗഹൃദം തന്നെയാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ആഷിഖിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു, പിന്നീട് മറ്റു പ്രധാനപ്പെട്ട പല നടന്മാർക്കൊപ്പം സിനിമയിൽ അഭിനയിക്കുന്നു. അതിൽ പുലിമുരുകനിലെ അടക്കം പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു. ജോസഫ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. റെയിൽവേയിലെ സുഹൃത്തുക്കളടക്കം, സഹപ്രവർത്തകരടക്കം വിനോദിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഏറ്റവും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഹപ്രവർത്തകർ എന്ന നിലയിൽ തന്നെയാണ്. തിരുവനന്തപുരത്തുള്ള റെയിൽവേയിലെ സഹപ്രവർത്തകർ പോലും, ഈ എറണാകുളം ഡിപ്പോയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഡിവിഷനിലെ, തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ഈ ഡിപ്പോ, തിരുവനന്തപുരത്ത് ഒപ്പം ജോലി ചെയ്യാത്തവർ പോലും, ഒരു വട്ടം പരിചയപ്പെട്ടവർ പോലും വിനോദിനെക്കുറിച്ച് പറയാൻ അവർക്ക് ഏറെയുണ്ട്. പലപ്പോഴായി നമ്മൾ ടെലിഫോൺ വഴി സംസാരിച്ചപ്പോൾ ഇന്ന് വിനോദിൻ്റെ സഹപ്രവർത്തകരൊക്കെ നല്ല വാക്കുകളാണ് പറയുന്നത്. ഏതായാലും വലിയ ദുഃഖത്തിലാണ് ഈ വീട്ടിലുള്ളത്. അമ്മയും സഹോദരിയുമാണ് ഉൾപ്പെടെയുള്ള കുറച്ച് ബന്ധുക്കൾ മാത്രം, ഈ എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലെ കുറച്ച് ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഏതായാലും നാളെ
രാവിലെയോടെ പുലർച്ചെയോടെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും പിതാവിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരും. പരിസരവാസികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വലിയ വിഷമത്തിൽ അവർ ഈ പ്രതീക്ഷിക്കാത്ത ഒരു ദാരുണമായ ഈ ഒരു ദുരന്തത്തിൻ്റെ ഞെട്ടലിലും വിറങ്ങലിപ്പിലും തന്നെയാണ് പരിസരവാസികളുള്ളത്. ആര്യ.